എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനിൽ സി അമ്മക്കാട്. ഞാൻ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. മെയിനായിട്ടുള്ള എൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ആസ് എ സൗണ്ട് ഡിസൈനർ ആൻഡ് അക്കാഡമീഷ്യൻ. അപ്പോൾ ഞാൻ ഈ സൗണ്ടിലേക്ക് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ആർട്ടിനോട്, കലയോടുള്ള താല്പര്യം തന്നെയാണ് സൗണ്ടിലോട്ട് വരാനുള്ള ഒരു മുന്നോടിയായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പം മുതലേ എനിക്കൊരു ആർട്ടിനോട് താല്പര്യമുണ്ടായിരുന്നു. എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ പേരൻസ് തന്നെയാണ്. ചെറുപ്പത്തിൽ മുതലേ എൻ്റെ പേരൻസ് ആർട്ടിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പരിശീലനം തന്നിരുന്നു. കൂടാണ്ട് മെയിൻലി മ്യൂസിക്കായിരുന്നു പരിശീലനം എനിക്ക് കിട്ടിയിരുന്നത്. കൂടുതൽ താല്പര്യവും മ്യൂസിക്കിലായിരുന്നു. കൂടാതെ ഫാമിലിയിൽ എല്ലാവരും ഒരു മ്യൂസിക്കിനോട് താല്പര്യമുള്ളവരും ഏതെങ്കിലും രീതിയിലുള്ള മ്യൂസീഷ്യൻസുമാണ് സഹോദരങ്ങളും പേരൻസും ഒക്കെ. അപ്പോൾ മെയിൻലി ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വീട് തന്നെയാണ്. രണ്ടാമത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം തന്നെയാണ്. ഞാൻ വരുന്ന സ്ഥലമാണ്. അത് കുട്ടനാട്ടിലെ കാവാലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് പ്രകൃതി ഭംഗി വളരെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു കലയ്ക്ക് വളരെ ഒരു വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. വിഷ്വലി അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരു ശബ്ദം അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വളരെ പ്ലീസിങ് ആയിട്ടുള്ളതാണ്. ഒരു രാവിലെ മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള ഒരു ഈവൻ നൈറ്റ് ടു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്ലീസിങ് ആയിട്ടുള്ളൊരു ആംബിയൻസ് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുലർച്ചെ എഴുന്നേൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ തന്നെ ഒരു നേച്ചറിൻ്റെ ആംബിയൻസും കൂടാണ്ട് ഡിസ്റ്റൻ്റായിട്ടുള്ള ഇപ്പം അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ടുകളും പള്ളിയിൽ നിന്ന് വരുന്ന പാട്ടും ഇങ്ങനെയുള്ള ആംബിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളരെ കാമായിട്ടുള്ള ഒരു ആംബിയൻസാണ് ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു പൊതുവെ ഒരു കാം എക്സ്പീരിയൻസാണ് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. അടുത്തായി പറയാനുള്ള വ്യക്തികൾ എന്ന് പറയുവാണെങ്കിൽ, ചെറുപ്പത്തിലെ ഇപ്പം എൻ്റെ സ്കൂൾ പഠനം മുതൽ ആരംഭിക്കുകയാണെങ്കിൽ, ഞാൻ പഠിച്ച ചെറിയ സ്കൂൾ LP സ്കൂളിലാണെങ്കിൽ തന്നെയും അവിടെ കലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്കൂളാണ്. ഇപ്പോൾ ചെറുപ്പത്തിലെ എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, കഥാപ്രസംഗം, നാടകം, പിന്നെ വില്ലടിച്ചാൻ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കലകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് മത്സരങ്ങൾക്ക് പോവുകയായിരുന്നു. മത്സരങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് അതിനൊരു നീണ്ടകാല പരിശീലനം തരുമായിരുന്നു. നീണ്ടകാലം ഇപ്പം പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ ആണെങ്കിലും ഈ പാട്ടിലൊക്കെ ആണെങ്കിലും അവിടുത്തുള്ളൊരു പരിശീലനം നമുക്ക് അറിയാണ്ട് ഈ ഒരു കലയോടുള്ള ജനറലി ഉള്ള ഒരു കലയോടുള്ളത് ഒരു ചെറുപ്പം മുതലേ അത് ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി ഒരു ഘടകമായിരുന്നു അതിൽ. അതിനുശേഷം ഈവൻ ഹൈസ്കൂളിൽ പോയപ്പോഴത്തേക്കാണെങ്കിലും ഇത് തുടർന്നിരുന്നു. ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യവും മത്സരങ്ങൾക്ക് പോകുന്നതുമൊക്കെ തുടർന്നിരുന്നു. ഇത് കൂടാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്ഥലമാണ് എൻ്റെ പള്ളി. വീടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ പള്ളിയിൽ തുടക്കത്തിൽ അവിടുത്തെ കൊയറിൽ പാട്ട് പാടാനായിട്ടാണ് ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ മുതൽ ഞാൻ അവിടെ കൊയറിൽ പാടാനായിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ വന്ന ഒരു അച്ഛൻ്റെ പേര് മാത്യു പുത്തനങ്ങാടി എന്നാണ്. അപ്പോൾ അച്ഛൻ അവിടെ ഹാർമോണിയം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനെ ഒരു പഠിക്കുവാനായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പഠിക്കുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അത് ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ച് ഒരു 4th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചതിന് ശേഷം ഞാൻ ആ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കൊയറിൽ ഇതുപോലെ ഹാർമോണിയം, കീബോർഡൊക്കെ വായിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു അതാണൊരു ഇതിലേക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു താല്പര്യം തുടങ്ങാനുള്ളൊരു ഫസ്റ്റ് ഘടകമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ശേഷം നമ്മളുടെ പള്ളിയിൽ തന്നെ ആണെങ്കിൽ ഒരു നാടക സംഘമുണ്ട്. അത് നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു മുതിർന്നപ്പോൾ തന്നെ തുടർന്നുകൊണ്ടിരുന്നൊരു നാടക സംഘമുണ്ട്. അപ്പോൾ അവിടെ ആ നാടക സംഘത്തിൻ്റെ കൂടെ ഞങ്ങൾ ഒത്തിരി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അത് മുന്നണിയിൽ നിന്നും പിന്നണിയിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നു. ഇപ്പം ഞാൻ ഈ ചെറിയ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. പിന്നെ മുതിർന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന ഈ പറഞ്ഞ നാടക സംഘത്തിൻ്റെ വലിയ നാടകങ്ങളിൽ അഭിനയിക്കുകയും കൂടാണ്ട്
ഈ കീബോർഡൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ പശ്ചാത്തല സംഗീതവും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുവാനുള്ള അവസരവും എനിക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ശരിക്കും അതൊരു നല്ലൊരു അവസരമായിരുന്നു. അതൊക്കെ എനിക്കൊരു നല്ലൊരു പരിശീലനം കിട്ടിക്കൊണ്ടിരുന്ന ഘടകം തന്നെയാണ്. പിന്നെ ഇത് ഈ ജനറലി ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഇപ്പോൾ ഈ നാട്ടിൻപുറമാണെങ്കിലും ഇപ്പം അവിടുത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഈ ലോക്കൽ മത്സരങ്ങൾക്കാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കലകളിലൊക്കെ കാണുവാനായിട്ടും പ്രോത്സാഹിപ്പിക്കാനും അവിടുത്തുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. അവിടെയുള്ള അധ്യാപകരെ, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ, അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം നമ്മളെ ഇതിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ എല്ലാ നാട്ടുകാരിലും ഒരു കല പ്രാധാന്യമുള്ള ആൾക്കാർ, ഒത്തിരി കലാകാരന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന റെഫറൻസുകളും അത്യാവശ്യം നല്ല റെഫറൻസുകളാണ് അവരിൽ നിന്നെല്ലാം കിട്ടിയിരുന്നത്. കൂടാണ്ട് ഞാനിപ്പോൾ ഒരു സൗണ്ടിൻ്റെ ഇതിലേക്ക് കൂടി പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ആംബിയൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളവിടെ ചെറുപ്പത്തിൽ ഈ കാവാലം എന്ന് പറഞ്ഞ സ്ഥലം ഒത്തിരി പുഴകളും ചെറിയ കനാലുകളും കായലുകൾ, അവിടെ കായലിൽ വെള്ളം വറ്റിച്ചാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പലർക്കും അത് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നാവുന്ന ഒരു കാര്യമാണ്. അതായത് ചുറ്റുമുള്ള ബണ്ട് കെട്ടിയിട്ട് അവിടെയുള്ള വെള്ളം വറ്റിച്ച് വാട്ടർ ലെവലിന് താഴെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഞാനൊരു സൈലൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ഈ ബോട്ട് ദൂരേന്ന് വരുന്ന ശബ്ദം കേട്ടിട്ടാണ് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. ആ ബോട്ട് എത്ര ദൂരെയായി, നമ്മളുടെ ബോട്ട് ജെട്ടിയിലെത്താനായിട്ട് എത്ര സമയം എടുക്കുമെന്നൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഡിസ്റ്റൻസ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൗണ്ടിൻ്റെ ടൈമിൽ പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്റ്റൻസ്, അപ്പോൾ എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ ദൂരെ നിന്ന് ആൾക്കാർ വിളിക്കുന്നതും, അപ്പോൾ നമുക്ക് ഈ വീടിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ ആംബിയൻസുകൾ, ആൾക്കാർ ബോട്ട് നിർത്തണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഇതൊരു ആംബിയൻസ്, ഒരു സൗണ്ട് സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൗണ്ട് സ്കേപ്പുമായിട്ടുള്ള ഒരു പ്ലേസ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു, എനിക്ക് ആർട്ടിനോട് താല്പര്യമുണ്ടെങ്കിലും എന്നെ വീട്ടിൽ നിന്ന് ഇത് നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നതിനുപരിയായിട്ട് അതൊരു ബൈ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. വീട്ടിലും അങ്ങനെ ഒരു രീതിയിൽ ഉള്ള പ്രോത്സാഹനം ആയിരുന്നില്ല തന്നിരുന്നത്. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനോടും വളരെ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് സയൻസ് സബ്ജക്റ്റുകളാണ് പഠിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പഠിച്ച് ഞാൻ ഡിഗ്രി പഠിക്കുന്നത് SB കോളേജിൽ ഫിസിക്സാണ് പഠിക്കുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് ഈ സൗണ്ട് ഒരു പഠന വിഷയമാണ്, അത് ശരിക്കും പഠിക്കാനായിട്ട് പോകാവുന്നൊരു കാര്യമാണെന്നുള്ളൊരു തോന്നൽ വരുന്നത്. ജസ്റ്റ് ഒരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെവിടെ പഠിക്കും, എവിടെയാണ് അതിനുള്ള സംവിധാനങ്ങളുള്ളത്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അതിലേക്ക് പോകാനായിട്ടൊരു ചെറിയ ഉൾഭയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് SB കോളേജിൽ തന്നെ അവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ SB കോളേജിൽ ആ സമയം വരുന്നതും. അപ്പം ഞാനത് അതിൽ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മൾട്ടിമീഡിയ അവിടെ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ആ സമയത്തും എനിക്ക് ഈ സൗണ്ട് പഠിക്കണമെന്ന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും കുറച്ച് സുഹൃത്തുക്കളും എന്നെ സൗണ്ട് തന്നെ നീ പഠിക്കണം എന്നുള്ളൊരു പ്രോത്സാഹനം തന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടുത്തുള്ള അധ്യാപകരിൽ നിന്നൊക്കെയാണ് FTAയും SRFTA കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചതിന് ശേഷം ഞാൻ FTA SRFTAയും എക്സാമിനേഷൻ ആദ്യം അപ്പിയർ ചെയ്തു. അപ്പം എനിക്ക് SRFTAയിലാണ് ആദ്യം ഇൻ്റർവ്യൂ കോള് വന്നത്. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് FTAയിലും അഡ്മിഷൻ കിട്ടി. പക്ഷേ അവിടെ ഓൾറെഡി ജോയിൻ ചെയ്തു. എനിക്കെന്തോ അവിടെ SRFTAയിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ SRFTAയിൽ തന്നെ പഠനം ആരംഭിച്ചു. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.